പുതിയ ഭൂവിനിയോഗ ചട്ടത്തിലൂടെ സർക്കാർ ഇടുക്കിയിലെ ജനങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി കട്ടപ്പനയിൽ നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂവിനിയോഗ ചട്ടത്തിലൂടെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഓണസമ്മാനം നൽകിയെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഹൈറേഞ്ച് ജനതയെ ഭരണകൂടം ചവിട്ടിത്താഴ്ത്തുകയാണ് ചെയ്തതെന്ന് സണ്ണി പൈമ്പിള്ളിൽ പറഞ്ഞു. മത സാമുദായിക സംഘടനകളെല്ലാം ഒഴിവാക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടങ്ങളെല്ലാം ഒഴിവാക്കുന്നു, കോളനൈസേഷന്റെ ഭാഗമായി വന്നിട്ടുള്ള ആളുകളെയെല്ലാം ഒഴിവാക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം, കൂടുതൽ എതിർപ്പ് വരാവുന്ന വിഭാഗത്തെ എല്ലാം ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ നിർത്തിക്കൊണ്ടാണ് സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു വലിയ പിഴ ചുമത്തൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ അവരുടെ സ്വത്തുവകകൾ കവർന്നെടുക്കുന്നതിനുള്ള കുടിലതന്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ഭൂവിനിയോഗ ചട്ടങ്ങളിലൂടെ നടപ്പിലാക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് പറഞ്ഞു. നോക്ക്, ഇങ്ങനെ തീരുമാനിക്കാൻ സർക്കാരിന് എന്ത് അധികാരം? നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളില്ലേ? റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിന് വേണ്ടിയുള്ള അധികാരം, സമത്വത്തിന് വേണ്ടിയുള്ള എല്ലാവർക്കും നമുക്ക് തുല്യത കിട്ടണ്ടേ? അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഈ 3000 ഒരു ജീവനോപാധിയായി ഒരു സർക്കാർ തീരുമാനിക്കുക? വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 15-ന് സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹ സമരം നടത്തും. സമരത്തിന് മുന്നോടിയായാണ് കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, ഡയസ് ജോസ്, നിയമവിദഗ്ധർ അഡ്വക്കേറ്റ് ജോമോൻ K ചാക്കോ, വിവിധ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.